ജനങ്ങളെ കൂട്ടിക്കൊണ്ടേയിരിക്കും. കേസെടുത്തോളി, ഞങ്ങൾ ഈ നാട്ടുകാരെ മൊത്തം പേരിൽ കേസെടുത്തോളി, ഒരു വിഷയം. ഞങ്ങൾ പറയാനുള്ളത് ഈ വീട്ടിലേക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവുമായി ബന്ധപ്പെട്ട അത് നിയമമാണെങ്കിലും പോലീസ് ആണെങ്കിലും ഇരകളോടൊപ്പം നിൽക്കണം. ഞങ്ങൾ അപ്പൊ അതിലൊരു വീഴ്ച വരും, അതിനുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ വണ്ടി മറ്റുള്ള കാര്യം നിയമപരമായിട്ടാണെങ്കിൽ പുതിയ കാലഘട്ടം. അതെ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇന്നലെ നടന്ന ഒരു അപകടത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. നോക്കിയ ഈ വീടിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇതേതോ ഒരു പ്രൊഫസറാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ സെറ്റിൽമെന്റ് വന്നിട്ടുണ്ട്. നോക്കി, ഈ ഒരു വീട് ശരിയാക്കി കൊടുക്കാൻ 5000 രൂപ. 5000 രൂപ എന്ന് പറയുന്നത് എനിക്ക് മടിയുണ്ട്. 5000 ഉലുവയാണ് ഓല് കൊടുക്കാന്ന് പറഞ്ഞത്. ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞിട്ട് ശരിയാക്കി കൊടുക്കാൻ 5000 ഉലുവ. മനസ്സിലായോ? ഏകദേശം 20 ലക്ഷത്തിന്റെ മുകളിൽ 28 ഇത്രയും ലക്ഷങ്ങൾ വരുന്ന വണ്ടിയാണത്. അതിന്റെ എന്താ പറയാ, ഒരു 10-1 വേണ്ട ഈ ഒരു ഇത് വീട് പഴയ ലെവലിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ മുതലാളി 5000 ഉലുവയാണ് ഇതിനിട്ടുള്ളത്. സംഭവം നിയമപരമായിട്ട് മൂപ്പര് വണ്ടി ഓടിച്ചത് തെറ്റാണ്. കാരണം ഈ വഴിയാണ് വരുന്നത്, ഇത് കറക്റ്റ് ഓൺ സൈഡ് ഇതാണ്. പക്ഷേ മൂപ്പര് റോങ് സൈഡ് കയറിയിട്ടാണ് ഇവിടുന്ന് കയറി ആ വീട് കുത്തിമറിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കറക്റ്റ് അവർ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇവിടെ ചെറിയൊരു ഇഷ്യൂ ആക്കുകയാണ്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് പോലീസിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകണം. പക്ഷേ ആ വീട്ടുകാർക്ക് 5000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. വലിയൊരു ചെറിയ ഒരു സംഘർഷാവസ്ഥയിലാണ് നിലവിലുള്ളത്. ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രസിഡന്റ്, പോലീസുകാർ, എല്ലാവരും ഉണ്ട്. ഞങ്ങളാരും വണ്ടി ഇടിച്ചല്ല, ഈ വണ്ടി ഓടിച്ചിട്ടാണ് കൂടെ ഓടിച്ച വണ്ടി. ഒരു മനുഷ്യത്തല്ലേ, ഒരുപാട് ആക്സിഡന്റ് കണ്ടിരുന്നു. ഒരു മനുഷ്യത്വമില്ലാത്ത ഇങ്ങനത്തെ വർത്തമാനം പറയണേ. പ്രസിഡന്റ് എന്താണ് സംഭവം? മൂപ്പര് എന്താ പറയണത്? പഞ്ചായത്ത് പ്രസിഡന്റ് സുഹൃത്തു കൂടിയാണ് റിയാസ് നാലത്ത്. ഇത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആ വീട് പൊളിഞ്ഞുപോയി. ആ വീട് നമ്മൾ കണ്ടു. ഇന്നലെ അലസതയുടെ വണ്ടി ഓടിച്ചിട്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. ആ 2-3 കുട്ടികൾ എത്രയോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ഇപ്പോ അവര് അവിടെ താമസിക്കാൻ പറ്റാത്ത റോഡിലാണ് നിൽക്കുന്നത്. അവർക്കൊരു താമസത്തിന്റെ സൗകര്യം അത്യാവശ്യം ഈ ഇടിച്ച ഈ വാഹനങ്ങളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെറ്റപ്പുള്ളതാണ്. 1 രൂപ പോലും കൊടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ്. അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അതിനുള്ള അവരൊരു മാറ്റി താമസിക്കാനുള്ള സൗകര്യം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു വീട് പരിപൂർണമായി തകർന്നിരിക്കുന്നു. അപ്പോൾ അലസമായി വണ്ടി ഓടിച്ച് അത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. നിയമവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോട്ടെ. പക്ഷേ ഇവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഇന്ന് തന്നെ ചെയ്തു കൊടുക്കണം. അല്ലാതെ റോഡിലോ അനാഥയായിട്ട് അതിൽ നാട്ടുകാരെ ആ ആവശ്യം ഉന്നയിക്കുന്നത്. എന്തായാലും CIയും SIയും വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചിട്ട് അത് കാര്യം ക്ലിയർ ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കഥകൾ. അവർ ചെറിയൊരു സെറ്റിൽമെന്റ് നോക്കി ഒതുക്കാനാണ് നോക്കുന്നത്. പക്ഷെ നാട്ടുകാർ ഇവിടെ അത്യാവശ്യം ഇവിടെ നാട്ടുകാരുണ്ട്, അത്യാവശ്യമുണ്ട്. പോലീസുകാരെത്തിൻ്റെ നിയമപാലകരെല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മാനുഷിക പരിഗണന, കാരണം നമ്മളെല്ലാവരും റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അപ്പോൾ അതിനൊരു തീരുമാനം എത്താൻ വേണ്ടി നിയമപാലകർ വീണ്ടും ഇവിടെ SACI പോലത്തെ റേഞ്ചിലെ ആളുകൾ എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അരക്കത്തരം കാട്ടിയ ആൾക്കാരെ വിടണോ? ഇനി ആര് വന്നാലും വേണ്ട, പരമാവധി ജനങ്ങളെ കൂട്ടിക്കൊണ്ടേയിരിക്കും. കേസെടുത്തോളി, ഞങ്ങൾ ഈ നാട്ടുകാരെ മൊത്തം പേരിൽ കേസെടുത്തോളി, ഒരു വിഷയം. ഞങ്ങൾ തീരുമാനം അറിയാൻ ഈ നാട് വിട്ടു. കാരണം പാവങ്ങളാണ്. ഒരു വീട്, ഓരോ ഓലപ്പരമൊക്കെ കഴിവില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ സീന് വീണ്ടും കോൺട്രായിക്കൊണ്ടിരിക്കണം. മൂപ്പര് നിയമത്തിന്റെ വഴിയേ പോകുള്ളൂ എന്ന് ഉറപ്പിച്ച് നിൽക്കാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഉണ്ട്, പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്, ഒരുപാട് ആളുകൾ. മൂപ്പര് നിയമവശം മാത്രമേ പോകുള്ളൂ. CA വരെ രാജ്യത്താണ് കേസെടുത്തോണ്ട് ആ വഴിക്കേ പോകുള്ളൂ എന്ന് പറയുന്നത്. ആൾ അധ്യാപകനാട്ടോ, അതാണ് വലിയ കോമഡി. ഏതൊരു കോളേജിലെ അധ്യാപകനാണ്, പ്രൊഫസറാന്നൊക്കെ പറയുന്നത്. മൂപ്പരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളെ അവസ്ഥയാണ് ആലോചിച്ചത്. എന്തായാലും CA വരട്ടെ. CA വരാൻ സമയമാവും എന്തോന്ന് അറിയില്ല. തീർച്ചയായും എന്താ സംശയം? അതിലിപ്പോ എന്താ സംശയം? അതാണ് നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട്. അത് നോർമൽ കൂടുതൽ എന്തെങ്കിലും നമ്മള് നിയമത്തിന്റെ അപ്പുറമുള്ള ഒരു കളി കളിക്കില്ല. അല്ല, സാധാരണ ഞങ്ങൾ പറയാമെന്ന് വെച്ചാല്
ഈ വീട്ടിലേക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്തു കൊടുക്കും. അത് നിയമമാണെങ്കിലും പോലീസ് ആണെങ്കിലും ഇരകളോടൊപ്പം നിൽക്കണം. ഞങ്ങൾ അപ്പൊ അതിലൊരു വീഴ്ച വരിക, അതിനുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ വണ്ടി മറ്റുള്ള കാര്യം നിയമപരമായിട്ടാണെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ പോലീസ് അല്ലേ സുതാര്യാണ് ഇന്നൊക്കെ പോലീസ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ ചെയ്തു കൊടുക്കാം. പഞ്ചായത്തിന്റെ സാറേ ഇതിൽ പഞ്ചായത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെങ്കിലും നിയമപരമായി ഞങ്ങൾ ചെയ്തു കൊടുക്കാം. നമ്മൾ നിയമപരമായി തന്നെ അത് നമ്മളോട് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നിയമപരമായി ചെയ്യും. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിയമപരമായി അല്ലേ പറ്റൂ? സുഹൃത്തെ, നമുക്ക് നിയമപരമായി ചെയ്യാൻ പറ്റും. കൊടുക്കാൻ പറയാൻ പറ്റുമോ? ബില്ല് കൊടുക്കുമ്പോൾ എത്തിയില്ല. ഒന്നും പറയല്ലേ, അവന്റെ നല്ല സമയം കൊണ്ടാണ് ഞങ്ങൾ വെള്ളിടക്കാർ അനങ്ങാതിരിക്കണത്. അവരുടെ നല്ല ആദ്യ സംഭവം അടി കഴിഞ്ഞ് പിന്നെ പോലീസ് അതിന്റെ വെള്ളിടക്കാർക്ക് അതൊരു പ്രശ്നമേ അല്ല. നമുക്ക് പോലീസിനെ നിയമപരമായി ചെയ്യാൻ പറ്റുമോ? അല്ല, പോലീസ് നിയമത്തിനനുസരിച്ച് ചെയ്യാൻ സിയുടെ വാക്കും കേട്ടെന്തരോ സിയുടെ വാക്കും കേട്ട് ഇവിടെ ഇത്രയും ജനങ്ങൾ നിൽക്കുമ്പോ തീരുമാനത്തിൽ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ആവുന്നത് മാക്സിമം ചെയ്യാം. പിന്നെ ഇത്രയും ജനങ്ങൾ ഇവിടെ എന്തരോ ഇത്രയും സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോ സിയുടെ ഭാഗത്ത് എന്തെങ്കിലും നിലപാടുണ്ട് വെച്ചാൽ അത് സിയെ തീരുമാനിച്ചിട്ട് ചെയ്യുള്ളൂ. പോരെ അങ്ങനല്ല, ഇതെന്താ ഇത്രയും ജനങ്ങൾ ഇതെന്താണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പറഞ്ഞ് ഉറപ്പ് വന്നില്ല. തീരുമാനം ആൾക്കാർ ഇവർക്ക് ഒരു